ഹരിശ്രീ ഗണപതിയെ നമ. അവിഘ്നമസ്തു. ഗും ഗുരുഭ്യോ നമ. നമ്മൾ പ്രശ്നമാർഗത്തിലെ 20-ാം അധ്യായമാണ് നോക്കുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം 6 ശ്ലോകങ്ങൾ വരെ കണ്ടു. ഇനി 7-ാമത്തെ ശ്ലോകം മുതലാണ് നമുക്ക് വ്യാഖ്യാനം നടത്തേണ്ടത്, കേൾക്കേണ്ടത്. 7-ാമത്തെ ശ്ലോകം. മാഹേയേ മദഗേ സദൈവ വീരഹോ നാര്യോ മൃതിർവാ ഭവേ ദൃഷ്ടേ അസ്മിൻ ശനിനാ നിരീക്ഷിതയുധേ നാന്യേഷ്മ്രിയേതൈവ സാ ജീവസപ്തമഗോ മൃഗേ ഭൃഗുസുതോ ഭൃംഗേ ജായാഹനൗ ഹന്ദേവ പ്രഥമാം വധും വൃഷഗദശ്ചന്ദ്ര അജസപ്തമേ. മാഹേയേ മദഗേ. മാഹേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുജൻ, 7-ാം ഭാവത്തിൽ. മദഗേ എന്ന് വെച്ചാൽ 7-ാം ഭാവത്തിൽ. മാഹേയേ മദഗേ സദൈവ വീരഹോ നാര്യ മൃതിർവാ ഭവേ. നാര്യ സദാ ഏവ വിരഹ. ഭാര്യയുടെ എപ്പോഴുമുള്ള വിരഹമോ മൃതി വാ ഭവേ, മരണമോ സംഭവിക്കും. അപ്പോൾ പുരുഷജാതകത്തിൽ 7-ാം ഭാവത്തിൽ കുജൻ നിന്നാൽ ഭാര്യാവിരഹമോ അല്ലെങ്കിൽ ഭാര്യാമരണമോ സംഭവിക്കുന്നതാണ്. ശനിന അസ്മിൻ ദൃഷ്ടേ, ശനിയാൽ ഈ കുജൻ ദൃഷ്ടി ചെയ്യപ്പെട്ടും അന്യേന നിരീക്ഷിത യുധേ സാമ്രിയേത ഏവ, അന്യന്മാരാൽ നിരീക്ഷിത യുധനല്ലാതെയും ഇരുന്നാൽ ഭാര്യ മരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ 7-ാം ഭാവത്തിൽ പുരുഷജാതകത്തിൽ 7-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുക, ആ ചൊവ്വേനെ ശനി ദൃഷ്ടി ചെയ്യാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭാര്യ തീർച്ചയായും ഭാര്യാമരണം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇവരെ മറ്റ് ആൾക്കാർ ദൃഷ്ടി, അന്യന്മാരാൽ നിരീക്ഷിതരല്ലാതെയും നിൽക്കണം. അപ്പോൾ ശുഭന്മാരുടെയോ മറ്റ് ഗ്രഹങ്ങളുടെയോ ദൃഷ്ടികൾ ഇല്ലാതിരുന്നാൽ 7-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുകയും ശനിയുടെ ദൃഷ്ടി ഉണ്ടായാൽ തീർച്ചയായും ഭാര്യാമരണം പറയണമെന്നാണ് പറയുന്നത്. മൃഗേ സപ്തമക ജീവ, മകരത്തിൽ 7-ൽ നിൽക്കുന്ന വ്യാഴവും ഭൃംഗേ ഭൃഗുസുത ച ജയാഹനവും, വൃശ്ചികത്തിൽ 7-ൽ നിൽക്കുന്ന ശുക്രനും ഭാര്യാനാശം ചെയ്യുന്നവനാണ്. സപ്തമേ വൃഷഗത ചന്ദ്രാത്മജ, 7-ാം ഭാവമായ ഇടവം രാശിയിൽ നിൽക്കുന്ന ബുധൻ പ്രഥമാം വധൂം ഹന്തി ഏവം, ആദ്യ ഭാര്യയെ നശിപ്പിക്കുക തന്നെ ചെയ്യും. ഇവിടെ എന്താ പറഞ്ഞത്? 3-4 യോഗങ്ങൾ പറഞ്ഞു. ഒന്ന് പറഞ്ഞത് 7-ാം ഭാവത്തിൽ പുരുഷാർത്ഥത്തിൻ്റെ 7-ാം ഭാവത്തിൽ, അത് ലഗ്നാലോ ചന്ദ്രാലോ 7-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുക എന്നുണ്ടെങ്കിൽ ഭാര്യാവിരഹമോ ഭാര്യോ മരണമോ പറയണം. പിന്നെ ഇങ്ങനെ നിൽക്കുന്ന ചൊവ്വയെ ശനി, പ്രത്യേകിച്ചും ശനിയുടെ ദൃഷ്ടി, ഒരു പാപൻ നിന്നിട്ട് വേറൊരു പാപൻ്റെ ദൃഷ്ടി ഉണ്ടായാൽ തീർച്ചയായും ഭാര്യാമരണം പറയണം. പിന്നെ മകരത്തിൽ 7-ൽ നിൽക്കുന്ന വ്യാഴവും, മകരരാശി 7-ാം ഭാവമായിട്ട് അവിടെ വ്യാഴം നിൽക്കുക. മകരരാശി 7-ാം ഭാവമാണെങ്കിൽ കർക്കിടക ലഗ്നമോ ചന്ദ്രരാശിയോ ആവണം. 7-ൽ വ്യാഴം നീചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ വൃശ്ചികത്തിൽ 7-ൽ നിൽക്കുന്ന ശുക്രനും, വൃശ്ചികം 7-ാം ഭാവം ആവണമെന്നുണ്ടെങ്കിൽ ഇടവരാശിയാണ് ലഗ്നം അല്ലെങ്കിൽ ചന്ദ്രൻ്റെ രാശി, അവിടെ ശുക്രൻ നിൽക്കുക. വൃശ്ചികത്തിൽ 7-ൽ നിൽക്കുന്ന ശുക്രനും ഭാര്യാനാശം ചെയ്യുന്നവനാണ്. 7-ാം ഭാവമായ ഇടവം രാശിയിൽ നിൽക്കുന്ന ബുധൻ, 7-ാം ഭാവമായിട്ട് ഇടവം രാശി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൃശ്ചിക ലഗ്നം വരണം, അവിടെ ബുധൻ നിൽക്കുക. അഷ്ടമാധിപനായിട്ടുള്ള ബുധൻ നിന്നാലും ആദ്യ ഭാര്യയെ നശിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ 7-ാം ഭാവം ഇടവായിട്ട് അവിടെ ബുധൻ നിന്നാൽ ആദ്യ ഭാര്യയെ നശിപ്പിക്കും. മകരം 7-ാം ഭാവമായിട്ട് വ്യാഴം നിന്നാലും വൃശ്ചിക 7-ാം ഭാവമായിട്ട് അവിടെ ശുക്രൻ നിന്നാലും ഭാര്യാനാശമാണ് വരുന്നത് എന്നുള്ളതാണ് യോഗങ്ങളാണ് പറഞ്ഞത്. മകരരാശി 7-ൽ നിൽക്കുന്ന മകരരാശി 7-ാം ഭാവമായി അവിടെ വ്യാഴം നിൽക്കുക. വൃശ്ചികം രാശി 7-ാം ഭാവമായിട്ട് അവിടെ ശുക്രൻ നിൽക്കുക. ഇടവം രാശി 7-ാം ഭാവമായിട്ട് ബുധൻ നിൽക്കുക. അപ്പോൾ ഭാര്യാനാശം തീർച്ചയായിട്ടും ഉണ്ടാകും.
കുജൻ 7-ൽ നിന്നാൽ ഭാര്യാനാശം ഉണ്ടാകും. ആ കുജനെ ശനി നോക്കിയാൽ തീർച്ചയായിട്ടും അനുഭവം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പിന്നെ അന്നൈന നിരീക്ഷിതയുതേ, ശുഭഗ്രഹയോഗമോ ദൃഷ്ടിയോ ഇല്ലാതെ ഇരിക്കണം എന്നുള്ളതും കൂടി ഓർക്കണം. ഇതാണ് 7-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി 8-ാം ശ്ലോകം. മീനസ്തോ മദനെ ദിനേശതനയോ ഹന്യദ്വധും നിശ്ചയാൽ കന്യായാ മദനെ ഗുരുര്യതി സുഖേ പാപശ്ച നശ്യേദന്തു രന്ധ്രേശ സുതബോധവ മദഗതോ നൃണാം നിഹന്ത്യം ഗനാം ഭാര്യാസ്വാദ്വി കലാസ്തധർമ്മസുതഗോ ഭാസ്വദ്ഭൃഗു ചേത്സഹ. മദനേ മീനസ്ഥ. മദനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴാം ഭാവം. മീനസ്ഥ 7-ാം ഭാവം മീനരാശിയായിട്ട് ദിനേശതനയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനിയാണ്. അപ്പോൾ 7-ാം ഭാവമായ മീനത്തിൽ ശനി നിൽക്കുക. നിശ്ചയാൽ വധും ഹന്യാൽ, നിശ്ചയമായും ഭാര്യയെ ഹനിക്കും എന്നുവെച്ചാൽ ഭാര്യാനാശം ഉണ്ടാവും. മദനേ കന്യായാം ഗുരു, 7-ാം ഭാവമായ കന്യയിൽ വ്യാഴവും. സുഖേ പാപയതി വധു നശ്യേൻ, 4-ൽ പാപനും നിൽക്കുന്നുവെങ്കിൽ ഭാര്യ മരിക്കും. 7-ാം ഭാവം മീനരാശിയായി, അപ്പോൾ കന്നി-ലഗ്നാണ്. 7-ാം ഭാവത്തിൽ ശനി നിൽക്കുക, ഭാര്യാനാശം പറയും. അതേപോലെ തന്നെ കന്നി 7-ാം ഭാവം എന്ന് വെച്ചാൽ മീനരാശി, അവിടെ വ്യാഴം നിന്നിട്ട് 4-ൽ പാപം നിൽക്കുക, ഇപ്പോൾ ഭാര്യ മരിക്കും. നൃണാം രന്ധ്രേശ അഥവാ സുതപ മദഗത അങ്കനാം നിഹന്തി, പുരുഷന്മാർക്ക് അഷ്ടമാധിപനോ അഥവാ 5-ാം ഭാവാധിപനോ 7-ൽ നിന്നാൽ അങ്കനാം നിഹന്തി, ഭാര്യയെ ഹനിക്കുക തന്നെ ചെയ്യും. പുരുഷന്മാർക്ക് അഷ്ടമാധിപനോ അഥവാ 5-ാം ഭാവാധിപനോ 7-ൽ നിൽക്കുക, 8-ാം ഭാവാധിപൻ 7-ൽ നിൽക്കുക, 5-ാം ഭാവാധിപൻ 7-ൽ നിൽക്കുക, അപ്പോൾ ഭാര്യാനാശമാണ് പറയേണ്ടത്. ഭാസ്വത് ഭൃഗു സഹ അസ്തധർമ്മസുതഗൗജേൽ ഭാര്യ വികലാസ്യാൽ, ആദിത്യനും ശുക്രനും ഒരുമിച്ച് 7-ലോ 9-ലോ 5-ലോ നിന്നാൽ ഭാര്യ വികലാംഗയായിരിക്കും. ആദിത്യനും ശുക്രനും ഒരുമിച്ച് നിൽക്കുക, എവിടെ നിൽക്കണം? 5, 7, 9 ഈ രാശികളിൽ നിന്നാൽ ഭാര്യ വികലാംഗയായിരിക്കുന്നതാണ് യോഗം വരുന്നത്. അപ്പോൾ മീനരാശി 7-ാം ഭാവം അവിടെ ശനി നിൽക്കുക, കന്നിരാശി 7-ാം ഭാവമായി അവിടെ വ്യാഴം നിന്നിട്ട് 4-ൽ പാപം നിൽക്കുക. ഇത് ഭാര്യ മരിക്കാനുള്ള ലക്ഷണമാണ്. പിന്നെ പുരുഷന്മാർക്ക് അഷ്ടമാധിപൻ 7-ൽ നിൽക്കുക, അല്ലെങ്കിൽ 5-ാം ഭാവാധിപൻ 7-ൽ നിൽക്കുക, ഭാര്യയെ ഹനിക്കും. ആദിത്യ ശുക്രന്മാർ ഒരുമിച്ച് 7, 5, 9 ഭാവങ്ങളിൽ നിൽക്കുക, അപ്പോൾ ഭാര്യ വികലാംഗയായിരിക്കും. 9-ാമത്തെ ശ്ലോകം. ശുക്രേ പാപാന്തരസ്തേ ശുഭയുധി ദൃഗപേദേ അംഗനാ ഹേതുരാപദ് ഭാര്യായാ വാ മൃതി സ്യാദത സുഹൃദി മൃദൗർവാ ഭൃഗോ സൽസു സൗമ്യേച്ഛായുധ്യഭാവേ സതി ജഗതിദവൽ സ്യാൽ പുനഃ സപ്തമസ്ഥോ പുംസോ യസ്യാ ഹി സൂര്യോ യുവതി ഗമനസ്തസ്തസ്യ സർവസ്വഹാനി. ശുക്രേ പാപാന്തരസ്തേ ശുഭയുധി ദൃഗപേദേ അംഗനാ ഹേതുരാപത് ഭാര്യായാ വാ മൃതി സ്യാദത സുഹൃദി മൃദോ വാ ഭൃഗോ സൽസു സൗമ്യേച്ഛായുധ്യഭാവേ സതി ജഗതിദവൽ സ്യാൽ പുനഃ സപ്തമസ്ഥോ പുംസോ യസ്യാ ഹി സൂര്യോ യുവതി ഗമന തസ്തസ്യ സർവസ്വഹാനി. യുവതി ഗമനത തസ്യ സർവസ്വഹാനി. ശുക്രേ പാപാന്തരസ്തേ, ശുക്രൻ പാപഗ്രഹ മധ്യസ്ഥിതനായി. ശുഭയുധി ദൃഗഭേദേ, ശുഭഗ്രഹയോഗ ദൃഷ്ടികൾ കൂടാതെ നിന്നാൽ. അങ്കനാഹേതു ആപത്വ, ഭാര്യാനിമിത്തമുള്ള ആപത്തോ. ഭാര്യായ മൃതിസ്യാലത, ഭാര്യയുടെ മരണമോ ഉണ്ടാകും. അനന്തരം ഭൃഗോ സുഹൃദി വാ മൃദോ, ശുക്രൻ്റെ 4-ാം മേടത്തും 8-ാം മേടത്തും
അതത്സു സത്സു പാപഗ്രഹങ്ങൾ നിൽക്കുകയും സൗമ്യേച്ഛായുക്ത്യഭാവേ സതി ശുഭദൃഷ്ടിയോ യോഗമോ ഇല്ലാതെയും വന്നാൽ ഗതിതവൽ സ്യാൽച്ച മുൻപറഞ്ഞ മാതിരി ഭാര്യാനിമിത്തമാപത്തോ ഭാര്യാമരണമോ സംഭവിക്കും. പുനഃയസ്യ പുംസ പിന്നെ യാതൊരുവൻ്റെ ജാതകത്തിൽ അഹി സൂര്യസപ്തമസ്തോ രാഹു സൂര്യന്മാർ 7 നിൽക്കുന്നു. യുവതിഗണേത സ്ത്രീകളുമായുള്ള വേഴ്ച നിമിത്തം തസ്യ സർവസ്വഹാനി അവൻ്റെ സർവസ്വവും നശിക്കുന്നതാണ്. ഇതിൽ ശുക്രൻ വന്നിട്ടുള്ള പാപത്വത്തിൻ്റെ ഇതാണ് പറയുന്നത്. ശുക്രൻ പാപഗ്രഹ മധ്യസ്ഥിതനായിട്ട് ശുഭഗ്രഹ യോഗദൃഷ്ടികൾ കൂടാതെ നിന്നാൽ ഭാര്യാനിമിത്തമോ ആപത്തുമോ ഭാര്യയുടെ മരണമോ ഉണ്ടാകും. ശുക്രൻ്റെ 4-ാം മേടത്തും 8-ാം മേടത്തും പാപഗ്രഹങ്ങൾ നിൽക്കുകയും ശുഭദൃഷ്ടിയോഗമോ ഇല്ലാതെയും വന്നാലും ഭാര്യാനിമിത്തം ആപത്തോ ഭാര്യാമരണമോ സംഭവിക്കും. പിന്നെ പുരുഷാർത്ഥത്തിൽ 7 രാഹുവും സൂര്യനും നിന്നാൽ സ്ത്രീകളുടെ നിമിത്തം സർവസ്വവും നശിക്കുന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ശ്ലോകം വ്യാഖ്യാനം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.